മഞ്ഞ കളർ. ഞാൻ ഇതുവരെ മഞ്ഞ കളറുള്ള വാട്ടർമെലൺ കഴിച്ചിട്ടില്ല. ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നെന്തായാലും മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഞാൻ ചുവപ്പ് കളറുള്ള വാട്ടർമെലൺ മാത്രം. അപ്പോൾ നമ്മുടെ മഞ്ഞ തണ്ണിമത്തൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വെട്ടുമ്പോൾ കാണിച്ചായിരുന്നു. ആക്ച്വലി കുറേ ദിവസമായിട്ട് നല്ല ചൂടുള്ള കാരണം തണ്ണിമത്തൻ മേടിക്കണമെന്ന് ഞാൻ കുറേ നേരം പറയണു. ഇന്ന് ഈ മഞ്ഞ കണ്ടപ്പോൾ എന്തായാലും മഞ്ഞ മേടിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പാരൻസൊക്കെ നേരത്തെ തിന്നുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണേ. അവർ പറഞ്ഞ് നല്ല മധുരം ഉണ്ടെന്നാണ് പറഞ്ഞ്. സെയിം നമ്മുടെ നോർമൽ തണ്ണിമത്തൻ്റെ ടേസ്റ്റ്, അല്ലാണ്ട് കൂടുതൽ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും രാത്രി തണ്ണിമത്തൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തണ്ണിമത്തനിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജ്യൂസാക്കിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ കഴിക്കില്ല. ഇന്ന് ഞാൻ പ്ലെയിൻ തണ്ണിമത്തൻ മാത്രമാണ് കഴിക്കുന്നത്. നൈറ്റ് ഫുഡ് തണ്ണിമത്തനായിട്ട് മാറ്റുന്നു. ഈ ചൂട് സമയത്ത് നമ്മളതിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വാട്ടർമെലൺ നന്നായിട്ട് സഹായിക്കും. കാരണം ഇതിൽ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമ്മൾ നോർമലി മുമ്പ് കുറച്ച് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ഓരോ ഫ്രൂട്ടിൻ്റെയും ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഷുഗർ കണ്ടന്റ് ഉണ്ട്, പക്ഷെ ബാക്കി ഫ്രൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഷുഗർ കണ്ടന്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഷുഗർ കണ്ടന്റ് കുറച്ച് കുറഞ്ഞ ഫ്രൂട്ട്സിൽ ഇത് ഉൾപ്പെടുത്താം. പക്ഷെ കുറേ കഴിക്കുമ്പോൾ എന്തായാലും ഷുഗർ കണ്ടന്റ് കൂടും. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൻ്റെ ആ ഒരു ഇതൊന്നും നടക്കില്ല. ഷുഗർ ഇല്ലാണ്ട് ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറ്റിന് മീലിന് പകരം വാട്ടർമെലൺ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേ ന്യൂട്രിയൻസ് ഉണ്ട്. സിട്രുലിൻ, അതുപോലെ തന്നെ ലൈക്കോപ്പീൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇതൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ ഫ്രൂട്ട്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ ക്യാൻസർ വരുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉള്ള കാരണം ക്യാൻസർ പ്രതിരോധത്തിന് സഹായിക്കും. അങ്ങനത്തെ കുറേ നമ്മൾ മുമ്പത്തെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ ലൈക്കോപ്പീനൊക്കെ ഉള്ള കാരണം ആണുങ്ങളിൽ ഈ പ്രോസ്ട്രേറ്റിന് നല്ലതാണ്, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിക്ക് നല്ലതാണ് എന്നൊക്കെയാണ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. ഓക്കെ, പിന്നെ സിട്രുലിനുള്ള കാരണം നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, അതുപോലെ തന്നെ BP ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് എന്ന് പറയുന്നു. സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഹെൽത്തി ഫുഡാണ് വാട്ടർമെലൺ. പക്ഷേ ഈ ചുവപ്പും മഞ്ഞയും തമ്മിൽ വലിയ വ്യത്യാസം എനിക്കറിയില്ല. ഞാൻ ഇന്നാണ് ഈ മഞ്ഞ കണ്ടത്. എന്തായാലും ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിയിട്ട് നമുക്കൊരു വ്യത്യാസം, റെഡ് കണ്ടതിൽ ഒരു മഞ്ഞ കാണുമ്പോൾ ഒരു വ്യത്യാസം, അല്ലാണ്ട് ടേസ്റ്റിൽ എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇനി ഗുണത്തിൽ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കേണ്ടി വരും. പിന്നെ നോർമൽ വാട്ടർമെലൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞ് അത്യാവശ്യം ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഈ ചൂടുകാലത്ത് നമ്മളതിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു ഫുഡാണ്. നല്ലൊരു നമുക്കിപ്പോൾ ഒരു മീല് നമ്മൾ സ്കിപ്പ് ചെയ്ത് വാട്ടർമെലൺ കഴിക്കുമ്പോൾ നമുക്ക് ഡയറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യണ ഒരു ഫുഡാണ്. ഷുഗർ കണ്ടൻറ്റ് മറ്റേ ഫ്രൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അത്യാവശ്യം ന്യൂട്രിയൻസ് ഉണ്ട്. ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. റെഡ് ആണോ മഞ്ഞയാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ ടേസ്റ്റിൽ എനിക്ക് രണ്ടും ഒരുപോലെയാണ് തോന്നിയത്. ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്കറിയില്ല. കാണാൻ ഭംഗിയുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ബൈ.